തോമസ് വക്കീൽ തന്ന കേസുകളുടെ ഡീറ്റെയിൽസും പള്ളിപ്പാടനെ അറിയാവുന്നവരിൽ നിന്നും നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസും വെച്ച് നോക്കുമ്പോൾ അയാളോട് ശത്രുത തോന്നാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റാണിത്. ഈ ലിസ്റ്റിൽ നിന്ന് അയാളെയോ അയാൾക്കോ കൊല്ലാൻ തക്ക കാരണമുള്ളവർ ഇവർ 9 പേരാണ്. അപ്പോൾ ഇവരിൽ ആരെങ്കിലും മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അയാളാണ് നമ്മൾ അന്വേഷിക്കുന്ന വിക്ടിം. അതെ സാർ. ഏതായാലും ഇവരെ ട്രേസ് ചെയ്യും. രാജുഭായി വീട്ടിലുണ്ട്. നിങ്ങളോട്ടോ? ശരി. സാറേ, ആ പോളച്ചൻ ഇവിടെ തന്നെ ഉണ്ട്. സാർ, അറുകാലി ജോസ് മരുക്കമ്പ് ജംഗ്ഷനുണ്ട്. ആ ബിനീഷ് രാജൻ ടീമും താഴെ പാടത്തുണ്ട്. സുല്ലേ സാറേ, അയാൾ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? അത് അയാൾ തന്നെയാണോ ചെറിയ സംശയം. ആ മെമ്പറാ ആയിരിക്കുന്ന ആ വെള്ള ഷർട്ടില്ലേ, അതാണ് ഓൾഗ ദേവരാജ്. തമിഴ്നാട്ടിലേക്ക് ലോഡായിട്ട് പോയതാ സാറേ. 3-4 ദിവസമായി പോയിട്ട്. വരേണ്ട സമയം കഴിഞ്ഞു. നീ ആ നമ്പറിലോട്ടൊന്ന് വിളിച്ച്. ഫോൺ സ്വിച്ച് ഓഫാ സാറേ. ഞാൻ വിളിച്ചു നോക്കി, കിട്ടിയിട്ടില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? ഓ, മൂപ്പര് അങ്ങനെയാ സാറേ. ഫോൺ ഓഫാക്കി വെച്ചിട്ട് ഒരു പോക്കങ്ങോട് പോകും. കുറച്ച് ദിവസം കഴിയുമ്പോൾ വരുമായിരിക്കും. ഇനി വരുമ്പോഴേ സ്റ്റേഷനിലോട്ടൊന്ന് വരാൻ പറയണം. സാറേ, പീറ്റർ എൻ്റെ ഒറ്റ മോനാ. പഠിത്തം പകുതിക്ക് വെച്ച് അവൻ അവസാനിപ്പിച്ച് കുറച്ച് കൂട്ടുകാരുടെ കൂടെ കച്ചവടം നടത്തി കാശ് കളഞ്ഞു. കൂട്ടുകാർ മോശമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് കൊടുക്കാറുള്ള സഹായം നിർത്തി. അതോടുകൂടി അവൻ ഇങ്ങോട്ടുള്ള വരവ് നിർത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എൻ്റെ പെങ്ങൾ അവളുടെ പേരുള്ള സ്ഥലം പണയപ്പെടുത്തിയിട്ട് കാശ് അവന് കൊടുത്തു. ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല സാർ. ഈ പള്ളിപ്പാട് അറിഞ്ഞിട്ടാണ് നമ്മ ടീച്ചർ പീറ്ററെ സഹായിച്ചത്? അല്ല സാർ, വസ്തു ബാങ്ക് ജപ്തി വന്നപ്പോഴാണ് പള്ളിപ്പാടൻ ഈ വിവരം അറിഞ്ഞത്. അത് വലിയ പ്രശ്നമായി. അപ്പോൾ ഇതിൻ്റെ പേരിലാണ് പള്ളിപ്പാടൻ കഴിഞ്ഞ ദിവസം പീറ്ററുമായിട്ട് കോർത്തത്. അന്ന് രാത്രി മുതലല്ലേ പീറ്ററെ കാണാതായത്? അതെ സാർ, അവൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. വന്നപ്പോൾ മുതൽ അവൻ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. പിന്നെ പള്ളിപ്പാടനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാത്രി ഇവിടെ നിന്ന് അവൻ ഇറങ്ങിപ്പോയത്. ഞാൻ കുറേ പ്രാവശ്യം ഫോണിൽ വിളിച്ചു, കിട്ടിയിട്ടില്ല സാർ. ഇത് നമ്മുടെ ടാങ്കർ സൈജു അല്ലേ? അതെ സാർ. സ്പിരിറ്റ് കടത്തിന് ഞാൻ തന്നെ അവനെ 4-5 അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇവരെങ്ങനെ നമ്മുടെ ലിസ്റ്റ് വന്നു? അവസാനം പിടിക്കപ്പെട്ടത് 6 മാസം മുമ്പാണ് സാർ. ഭരണം മാറിയതുകൊണ്ട് അത്ര പെട്ടെന്ന് ഊരാൻ പറ്റിയില്ല. അതറിയാലോ, ആ കേസ് ഇപ്പോഴും കോടതിയിലുണ്ടല്ലോ. പ്രോസിക്യൂഷന് അനുകൂലമായിട്ട് കുറെ എവിഡൻസ് കൊടുത്ത ഈ പള്ളിപ്പാടാണ്. സൈജുവിന് പള്ളിപ്പാടനോടുള്ള ദേഷ്യം അത് തന്നെയാണ്. സാർ, ഈ സൈജു അയാളെ വീട്ടിൽ കയറി വധഭീഷണി വരെ മുഴക്കിയിട്ടുണ്ട്. അശോക, അതുകൊണ്ടൊന്നും അയാളെ വിക്ടിം ലിസ്റ്റ് പെടുത്താൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. ഇയാള് 4 ദിവസം മുമ്പ് ഭാര്യയോട് പറഞ്ഞത് പൊള്ളാച്ചിക്ക് പോകുന്നു എന്ന്. എന്നിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അതിനാണ് ടവർ ലൊക്കേഷൻ എടുപ്പിച്ചാൽ പോരെ? സാറ് ചെക്ക് ചെയ്തിരുന്നു. ഈ പള്ളിപ്പാടിന്റെ വീട്ടിലെ ടവർ റേഞ്ചിലാണ് ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇത് പീറ്റർ, പള്ളിപ്പാടന്റെ ഭാര്യ സഹോദരന്റെ മകന്. പണത്തിനോടുള്ള അത്യാർത്തി കൊണ്ട് ലീഗലോ ഇല്ലീഗലോ ആയിട്ട് ഒരുപാട് ബിസിനസ് ചെയ്ത് പണം കളഞ്ഞവന്. അക്കൂട്ടത്തിൽ പള്ളിപ്പാടന്റെ ഭാര്യയുടെ പേരിലുള്ള 45 സെന്റ് സ്ഥലം നഷ്ടപ്പെടുത്തിയതാണ് പള്ളിപ്പാടനും പീറ്ററും തമ്മിലുള്ള വൈരാഗ്യത്തിന് കാരണം. പള്ളിപ്പാടന്റെ വീട്ടിലേക്ക് നമ്മൾ ചെന്നതിന്റെ തലേന്ന് പീറ്ററുമായിട്ട് അയാൾ വഴക്കുണ്ടാക്കി. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അയാളെ തല്ലിയെന്നോ അങ്ങനെയൊക്കെ കേട്ടു. അന്ന് രാത്രി പള്ളിപ്പാടനോട് പ്രതികാരം ചെയ്യുമെന്ന് വെല്ലുവിളിച്ച് അയാളുടെ വീട്ടിലേക്കാണെന്നും പറഞ്ഞു പോയ പീറ്ററെ പിന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോ ടാങ്കർ സൈജു, പീറ്റർ ജോബി, ഈ 2 പേരിൽ ഒരാളായിരിക്കണം ആ വിക്ടിം അല്ലേ? അതെ സാർ. അയാളും ആ വീടും ഒരു ദുരൂഹതയാണ്.
രഘുവിനെ മരിച്ചപ്പോഴൊക്കെ സാറ് പറയുന്നത് പോലെ അവിടെ ആരെങ്കിലും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല സാർ. സാറേ, ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒഴിവാക്കി തരണം. ഇനി ശരിക്കും കൊലപാതകം കണ്ടാലും ഞങ്ങൾ ആരോടും പറയില്ല സാർ. നശിച്ചൊരു പാട്ടം കൂത്തും കൂടെ തുള്ളാൻ കുറെ എണ്ണങ്ങളും മനുഷ്യന്റെ സ്വസ്ഥത കളയാൻ വേണ്ടി നാശങ്ങള്. നിനക്കൊന്നും വേറെ പണിയില്ലടാ. ഓരോന്ന് ഇറങ്ങിക്കോളും. എബി, അപ്പന്റെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ, അതങ്ങ് വിട്ടുകളാ. അപ്പനിപ്പ പറഞ്ഞ നശിച്ച പാട്ടും കുത്തൂല്ലേ, അതെന്റെ ജീവന. അതിഷ്ടത്തിലൂടെ എനിക്കും വയ്യ. എബി, ഇത് സിദ്ധാർത്ഥ്, ഡയറക്ടറാണ്. ഞങ്ങൾ ഒരുമിച്ചൊരു ഒരു പടത്തിന്റെ പ്രീ പ്രൊഡക്ഷനില്ല. മ്യൂസിക് ഒന്നും കൺഫേം ചെയ്തിട്ടില്ല. ഫ്രഷേഴ്സിനെയാണ് നോക്കുന്നത്. നിങ്ങളുടെ മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെട്ട സിദ്ധാർത്ഥിന് സമ്മതമാണെങ്കിൽ നിങ്ങളായിരിക്കും മ്യൂസിക് ഡയറക്ടർ. ഇതൊരു ക്രൈം ത്രില്ലറാണ്. സ്വന്തം ന്യായങ്ങൾക്ക് ഇഷ്ടത്തിനും വേണ്ടി തൻ്റെ മകനെ കൊന്ന് വീട്ടുവളപ്പിൽ കുഴിച്ചു കൂടുന്ന ക്രൂരനായ ഒരു അച്ഛൻ്റെ കഥയാണ്. ഒരു ഡാർക്ക് പരിപാടിയാണ്. ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ഭാഗം ആ അച്ഛൻ മകനെ കൊല്ലുമ്പോൾ അയാളുടെ പൈശാചികത നിറഞ്ഞ മുഖം കാണുന്ന ഒരു രംഗമാണ്. ആ രംഗം കാണുന്ന ഏതൊരാളുടെ ഫേസിലും ഡിസ്റ്റർബ് ആവുന്ന ഒരു ഹോണ്ടിങ് ബീജമാണ് ഞങ്ങൾക്ക് ആദ്യം വേണ്ടത്. അത് ഓക്കെ ആയാൽ ബാക്കി 3 സോങ്സ് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്.